ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا. പ്രിയമുള്ള സാദാത്തുക്കളെ, ഉലമാക്കളെ, മുസ്ലിം സ്നേഹിതന്മാരെ, മറ്റുള്ളവരെ, ഈ ലോകത്തിന് റഹ്മത്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ച ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്താണ് എന്നുള്ളത് എല്ലാവർക്കും അനുഭവം കൊണ്ട് മനസ്സിലാവും. റഹ്മത്ത് ഈ മനുഷ്യവർഗത്തിന് മാത്രമല്ല റസൂലുള്ള റഹ്മത്ത്, മൃഗങ്ങൾക്ക് വരെ റഹ്മത്ത്. ഒരു മൃഗങ്ങളെ വെറും ഒരു സ്ത്രീ ഒരു പൂച്ചനെ ഭക്ഷണം കൊടുക്കാതെ അപ്സെറ്റതിൻ്റെ പേരിൽ ആ സ്ത്രീ നരകത്തിൽ കിടക്കേണ്ടി വന്നു എന്ന് പഠിപ്പിച്ചു നമ്മൾക്ക്. അപ്പോൾ ഒരു ജീവികളെയും കഷ്ടപ്പെടുത്താനോ ബുദ്ധിമുട്ടാനോ പാടില്ല. ഒരു നായ ദാഹിച്ച് വന്നപ്പോൾ ഒരാൾ അയാളെ കുഫ കഴിച്ചിട്ട് വെള്ളം കൊടുത്താൽ നായിക്ക്, അതിൻ്റെ പേരിൽ അയാൾക്ക് പുറത്തു കൊടുത്തതാണ്. കടിക്കുന്ന നായിയല്ല, നടക്കുന്ന നായി. അപ്പം അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ജീവികൾക്കും മറ്റും ഗുണം ചെയ്യണമെന്ന് പഠിപ്പിക്കുകയാണ്. ജീവികളെന്ന് മാത്രമല്ല, മരങ്ങൾ വരെ ആവശ്യമില്ലാതെ മുറിക്കാൻ പാടില്ല എന്ന് ഹബീബായ നബി പഠിപ്പിച്ച് ഏവർക്കും റഹ്മത്തായിട്ട് ആണ് ഹബീബായ നബി വന്നത്. ഏവരും യാതി മത വ്യത്യാസമില്ലാതെ ഏവരും നന്നാകട്ടെ. യാതി മത വ്യത്യാസം നോക്കണില്ല റസൂലുള്ളാഹ്. നമ്മുടെ ജാതിപ്പെട്ടതല്ലെങ്കിലും അവനും നന്നാകട്ടെ, ഏവനും നന്നാകട്ടെ എന്നാണ് റസൂലുള്ളാഹിൻ്റെ ആ ചിന്തയും ഉപദേശവും. ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിനെ ഭരിച്ച് ജനങ്ങൾക്ക് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവൻ റഹ്മത്തായി. ആ റഹ്മത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത്. മഹാനായ മഖ്ദൂം തക്കളും പിന്നെ ഐദറൂസി സാദാത്തും പൊന്നാണി വെളുപ്പിച്ച മാതിരി നമ്മളെ മലപ്പുറം ഇതാ ഈ സയ്യിദ് അവറുകൾ വെളുപ്പിച്ചു. നമുക്ക് പല മതസ്ഥാപനങ്ങളും മറ്റും അതിൻ്റെയൊക്കെ കാരണം ഈ സലാത്ത് നഗരം എന്നു പേര്. സലാത്ത് ആണ് നടക്കുന്നത് ഇവിടെ. ആ സലാത്തിൻ്റെ റഹ്മത്ത് ഇങ്ങനെ ഇറങ്ങുകയാണ്. റസൂലുള്ളാഹിൻ്റെ മേലിൽ സലാത്തില്ലാതെ മൂമിനീങ്ങൾ അടയാളമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു, മൂമിനീങ്ങളെ നിങ്ങൾ റസൂലുള്ളാഹിൻ്റെ മേലിൽ സലാത്ത് സലാം ചെല്ലണമെന്ന് പറഞ്ഞ് ആ മൂമിനീങ്ങളെ അടയാളമാണ് റസൂലുള്ളാഹിൻ്റെ സലാത്ത് വലിപ്പിക്കാൻ. ആ സലാത്തിൻ്റെ പേരിൽ ഇവിടെ ഇറങ്ങേണ്ട റഹ്മത്താണ്. ഇവിടെ പല സ്ഥാപനങ്ങൾ, ഏവർക്കും ഉപകാരമുള്ള സ്ഥാപനങ്ങൾ ഇതിൻ്റെ പല ആളുകളും പഠിച്ചു പോകുന്നുണ്ട്. കുട്ടികളും വലിയവരൊക്കെ പഠിച്ച് ഉയർന്ന് ദീനിയായിട്ടും ഇന്ന് ലോകത്ത് ആവശ്യമായ ലൗകിക അറിവുകളും എല്ലാം കൊടുത്ത് പഠിപ്പിച്ച് ജനങ്ങളെ പൂർണ്ണമാക്കി വിടാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഈ സയ്യിദ് അവർക്ക് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നിലനിർത്തി കൊടുക്കട്ടെ. ഈ സ്ഥാപനമൊക്കെ ഇനിയും ഉയർന്നുയർന്നു പോട്ടെ. അല്ലാഹു തആല നല്ല സ്ഥാപനമായിട്ട് എന്നെന്നും നിലനിർത്തി തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, രേഷം റസൂലുള്ളാഹി അലൈക്കും ബി സുന്നത്തി വ സുന്നത്തിൽ ഖുലഫായിർ റാഷിദീൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ സുന്നത്തിനെ ഖുലഫാഉർ റാഷിദീങ്ങളെ ഭരണത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ കൈപ്പറ്റണം. അങ്ങനെ അവരെ ശേഷം പിന്നെ അയിമ്മത്തുൽ അർബഅത്ത്, ആ അയിമ്മത്തുൽ അർബഅത്തൊക്കെ വളരെ ഐക്യത്തിലാണ്. ഒരു ഇമാമിന് നിർബന്ധമല്ല എന്ന് മനസ്സിലായി മറ്റേ ഇമാം അവിടെ നിർബന്ധം എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ചെയ്യൽ സുന്നത്താണ് എന്ന് കൽപ്പിക്കണം. ഐക്യം 4 ഇമാമിങ്ങൾ നമ്മൾ ഐക്യം. 4 ഇമാമ് എന്ന് പേരേ ഉള്ളൂ. മഹാനായ അബു ഹനീഫ ഇമാമ് ആദ്യത്തെ ഇമാമ, അതിൻ്റെ ശേഷം പിന്നെ മാലിക് ഇമാമ്, പിന്നെ ഷാഫി ഇമാമ്, പിന്നെ അഹ്മദ് ബിൻ ഹംബൽ ഇമാമ്. ഇവരൊക്കെ
ഒറ്റ കള്ളിയിലാണ്. ഒരു തമ്മിൽ അനൈക്യമില്ല, ഒക്കെ ഐക്യമാണ്. ജനങ്ങൾ നന്നാകണം. സ്വർഗത്തേക്ക് പോണ കൂട്ടരല്ലേ, ആ സ്വർഗത്തേക്ക് പോണ കൂട്ടക്കാർ തമ്മിൽ അനൈക്യം ഉണ്ടാവില്ലല്ലോ. സുന്നികൾ എന്ന് പറയുന്ന കൂട്ടക്കാർ റസൂലുള്ളാഹിൻ്റെ സുന്നത്തിന് നടപ്പാക്കുന്ന കൂട്ടക്കാരല്ലേ, അവർ തമ്മിൽ അനൈക്യം ഉണ്ടാകാൻ പാടില്ലല്ലോ. അവരെന്ത് ചിന്തിക്കണം? നമ്മളെ കൊണ്ട് എല്ലാവരും നന്നാകണം, ജനങ്ങളൊക്കെ നന്നാകണം. ഈ രക്തം അങ്ങോട്ട് മേപ്പെട്ട് പോയി നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഒരു ബാപ്പാൻ്റെ മക്കളാണ്. ആദം നബി അലൈഹി സ്വലാമിൻ്റെ ശേഷം പിന്നെ രണ്ടാമത്തെ ബാപ്പയായിട്ട് നൂഹ് നബി അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ 3 മക്കളാണ് പിന്നെ ഈ ലോകത്തുണ്ടായത് മുഴുവനും. നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിൽ കയറി, ഈമാനുള്ള കൂട്ടക്കാരൊക്കെ ആ കപ്പലിൽ ജീവികളൊക്കെ കയറി. അങ്ങനെ ആ കപ്പൽ നിന്ന് ബാക്കിയുള്ളവരൊക്കെ ആ വെള്ളപ്പൊക്കത്തിൽ കുറേ നശിച്ചു പോയി. അപ്പം അങ്ങനെ ആ കപ്പലിൽ നിന്ന് നൂഹ് നബിൻ്റെ മക്കൾ 3 മക്കൾ, ഒരു മകൻ കയറിയില്ല. 3 മക്കളുണ്ട്. ആ മക്കളും മക്കളും നൂഹ് നബി കുറേ കാലം ജീവിച്ചുകൊണ്ട് മക്കളും അതിൻ്റെ മക്കളും ഒക്കെ ആയിട്ട് കുറേ പരമ്പരയുണ്ട്. അങ്ങനെ സൂക്കുസമ്മാനീന എന്ന് പറഞ്ഞ കുറേ വീടുകളുണ്ടാക്കി. ആ ജൂതി അറിഞ്ഞ പർവ്വതത്തിൻ്റെ കീഴിൽ അവിടെ കുറേ ആളുകളൊക്കെ താമസിച്ചു. അതിൽ ഹാമിൻ്റെ മക്കളുണ്ട്. ഹാമിൻ്റെ മക്കളിൽ പെട്ട 2 ആൾ ഹിന്ദ് സിന്ധ് അറിഞ്ഞ 2 ആൾ ഇങ്ങോട്ട് പോന്ന്. അതിൽ ഹിന്ദി പാർത്തെ അയാളവിടെ വന്ന് വാർത്താതോ, അതുകൊണ്ട് ഇന്ത്യക്കാർ എന്ന് പറയും. അത് മതത്തിൻ്റെ പേരല്ല, വർഗത്തിൻ്റെ പേരാണ്. അതിൽ പല മതക്കാരുണ്ട്. പിന്നെ അറബിൽ നിന്ന് കണ്ട് പോകുന്നവരുണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ സിന്ധ് പാർത്ത് ഒരു മോന്, അതിന് സിന്ധ് എന്ന് പറയാം ആ നാട്ടിന്. അങ്ങനെ അതൊക്കെ ആരാണ്? അത് ഹാമിൻ്റെ മക്കൾ, നൂഹ് നബിൻ്റെ മോൻ ഹാമിൻ്റെ പേരമക്കളാണ്. പിന്നെ അറബികൾ മുഴുവനും സാമിൻ്റെ മക്കളാണ്. നൂഹ് നബിൻ്റെ ഇളയ മകന് സാം എന്ന് പറഞ്ഞ ആൾ പ്രവാചകനാണെന്നും അഭിപ്രായമുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ മക്കളാണ് അറബികൾ മുഴുവൻ. ഇങ്ങനെ ലോകത്ത് പിന്നെ ശേഷിച്ചതൊക്കെ നൂഹ് നബിൻ്റെ മക്കളാണ്. ഒക്കെ ഒരു രക്തം തന്നെ മേപ്പെട്ട് പോയി നോക്കുകയാണെങ്കിൽ ഒക്കെ ഭിന്നിപ്പുണ്ടാകേണ്ട ഒരാവശ്യമില്ല. ആരും തമ്മിൽ ഭിന്നിപ്പുണ്ടാകേണ്ട ആവശ്യമില്ല. സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾ സത്യമതം പഠിപ്പിക്കുക, പറയുക, അതിൽ ഉറച്ചു നിൽക്കുക. അത് മനസ്സിലായവർക്ക് മനസ്സിലാക്കുക, അല്ലാത്തവർ അവരെ പറഞ്ഞോട്ടെ എന്ന് വെച്ചാൽ മതി, അവരെതിർക്കേണ്ട കാര്യമില്ല. എന്നല്ലാതെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾ ഇവിടെ ഭിന്നിപ്പുണ്ടാക്കാനോ കുഴപ്പമുണ്ടാക്കാനോ പാർട്ടി ഉണ്ടാക്കാനോ അല്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ സത്യമാണെന്ന് നമുക്ക് ഉറപ്പുണ്ടായതുകൊണ്ട് ആ സത്യത്തിൽ നമ്മളെ സ്നേഹിതന്മാരും നമ്മളെ 4 5 പാപ്പമേപ്പത്ത് പോയാൽ ജ്യേഷ്ഠാഞ്ചന്മാരായിരിക്കും, അവരും സ്വർഗവാസികളാകട്ടെ എന്ന സ്നേഹത്തിൻ്റെ മേലിൽ സുന്നത്ത് ജമാഅത്ത് ഉറപ്പിച്ച് പറയാമെന്നല്ലാതെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കലോ മുസീബത്തുണ്ടാക്കലോ ഈ സുന്നത്ത് ജമാഅത്തിൻ്റെ ആവശ്യമല്ല എന്ന് പ്രത്യേകം എല്ലാവരും മനസ്സിലാക്കണം. സുന്നത്ത് ജമാഅത്ത് പറഞ്ഞ് ജനങ്ങൾക്ക് ഈ ലോകത്തും പരലോകത്തും വിജയം കിട്ടാൻ വേണ്ടി ഒരു സത്യമതം, ആ സത്യമതം അല്ലാഹു തആല അത് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്ന അമ്പിയാക്കന്മാർ മുഖേന അല്ലാഹു തആല അറിയിച്ചു തരാം. അല്ലാഹു തആല അറിയിച്ചെന്ന കാര്യം ഓരോ നബിമാർക്കും അവർ പറഞ്ഞത് അവർ നബിയാണ് എന്ന് മനസ്സിലാക്കത്തക്കാർക്കുള്ള മുഅ്ജിസത്ത് അസാധാരണ സംഭവം കൊടുത്തിട്ടാണ് നബിമാരെ വിട്ടത്. അപ്പോൾ ഇവർ പറഞ്ഞത് സത്യമായിട്ട് അവർ മനസ്സിലാക്കി തരും. സത്യമാണെന്ന് തിരിഞ്ഞാൽ അവനത് കൈക്കൊള്ളുക, അതല്ലെങ്കിൽ കൈക്കൊള്ളുന്നിടത്ത് കൈക്കൊണ്ടോട്ടെ എന്ന് വെച്ചിട്ട് ഓൻ വയ്യ എന്നല്ലാതെ അത് പാടില്ല, ഇവിടൊന്നും പാടില്ല എന്ന് പറയുക. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച് സുജൂദ് ചെയ്യുന്ന സമയത്ത് ഇനി ഇതിവിടെ കാണാൻ പാടില്ല അറിഞ്ഞിട്ട് മലിനങ്ങളൊക്കെ കൊണ്ടുപോയി മേത്തിട്ട് അങ്ങനെ ദ്രോഹം ചെയ്യുക. അങ്ങനെ ദ്രോഹം ചെയ്യാന്ന് പറഞ്ഞാൽ ആ ദ്രോഹം ചെയ്ത കൂട്ടക്കാർ വരെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വരെ റസൂലുള്ളാഹി ദീൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, സത്യം പഠിപ്പിച്ചു കൊടുക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ ആരാണെങ്കിലും ദീനിനെ നീ സഹായിക്കുക അവരെ കൊണ്ട് എന്നാണ് റസൂലുള്ളാഹി പ്രാർത്ഥിക്കുന്നത്. ഒരാളോട് ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു വിരോധം ഹബീബായ നബി കാട്ടണില്ല. അല്ലാഹു തആലാൻ്റെ മശീയത്തുള്ള വിടാന്നല്ലാതെ. അന്നേരക്ക് ഇവിടെ ദീനുൽ ഇസ്ലാം ഇത് അവസാനം വരെ വരും.
ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖി ഹത്താ യഅതി അംറുല്ലാഹ്. അവസാനം വരെ സത്യത്തിൻ്റെ മേൽ ഉറച്ചിക്കുന്നൊരു കൂട്ടക്കാരുണ്ടാവുന്ന റസൂലുള്ള വാക്കും തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കുറവ് വരുന്ന സമയത്ത് ഇതിനില്ലാതാവും, ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ആരും പിന്തിരിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. ലാ യദുർറുഹും മാ ഖാലഫഹും എന്ന് ഹബീബായ നബി പറഞ്ഞിട്ടുണ്ട്. ഒരു കൂട്ടക്കാർ ലോക അവസാനം വരെ സത്യത്തിൻ്റെ ഉറച്ചിക്കണവരുണ്ടാവും, ഓരോട് എതിർത്തത് കൊണ്ട് ഓർക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് റസൂലുള്ള നമുക്ക് ധൈര്യം തന്നിട്ടുണ്ട്. അതുകൊണ്ട് സത്യത്തിൻ്റെ മേൽ ഉറച്ചു നിൽക്കുക, അതേ നമുക്ക് പറയാനുള്ളത്. ഇതൊരു മനുഷ്യ സ്നേഹം എന്നുള്ള രൂപത്തിൽ പറയാണ്. ഒരു വിരോധം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നാട്ടിൽ തർക്കം ഉണ്ടാക്കാനോ അല്ല എന്ന് പ്രത്യേകമായി ബുദ്ധിയുള്ളവരെല്ലാം മനസ്സിലാക്കണം എന്ന് നമ്മൾക്ക് പറയാം. ഈ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സഭ നല്ലൊരു സഭ ആയിട്ട് അത് ഒരുമിച്ച് കൂട്ടി തരട്ടെ. പിന്നെ നല്ല നല്ല സാലിഹ്യങ്ങളൊക്കെ ഇങ്ങനെ വഫാത്തായി പോവുകയാണ്. ഇപ്പോൾ അബ്ബാസ് മാലിക്ക് നല്ലൊരു മനുഷ്യനായിരുന്നു. അത് സയ്യിദുമാണ്. മൂപ്പര് ഹൃദയത്തിൽ അള്ളാനെ മാത്രം കാണുന്ന ആളാണ്. ഹൃദയം കൊണ്ട് അങ്ങനത്തെ നല്ലൊരു തക്കവള്ള നല്ലൊരു മനുഷ്യനായിരുന്നു അബ്ബാസ് മാലിക്ക്. അദ്ദേഹം വഫാത്തായി. ഇങ്ങനെ നല്ല ആളുകളൊക്കെ വഫാത്തായി. ഒരാൾ പറഞ്ഞ് സാൽത്തു സമാനീലിം അറാക്ക ഹക്കീമ, ഞാൻ എൻ്റെ കാലത്തിനോട് ചോദിച്ചു എന്താ പയ്യേ ഇപ്പം മച്ചിയായി നിൽക്കണം, എന്താണ്? ഫക്കാലാലി അന്നി കത് കബിർത്തു വഖദ്ദന, അപ്പോൾ ഞാൻ ബേസായി. വഖദ്ദന റഹീലുന്നിൽ ഉഖറ, എനിക്ക് പരലോകത്തേക്ക് യാത്ര പോകാനായി. ഇപ്പം ഇനി എൻ്റെ മക്കളിൽ ഇനി ആരേ ബാക്കിയുള്ളൂ? ഒലം യബ്ക ഫിൽ ഔലാദി ഇല്ലാ വിസാലത്തുൻ, ഇനിയിപ്പോൾ ചണ്ടികളെ ബാക്കിയുള്ളൂ. ഫാറക്കനി മങ്കാന കബുലു കരീമ, മുമ്പുള്ള നല്ല മാന്യന്മാരായ നല്ല കൂട്ടക്കാരൊക്കെ പോയി, ഇനി കുറേ ചണ്ടികളെ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞ രൂപത്തിലായിപ്പോയി നമ്മളെ കാര്യം. അല്ലാഹു തആല ഇനിയുള്ളവരൊക്കെ നമുക്ക് ആയുസ് നീട്ടിക്കൊടുക്കട്ടെ. ഈ ആളുകൾ പിന്നെ സയ്യിദ് ഇവിടെ വെളിച്ചം വെപ്പിച്ച മാതിരി ഈ AP ഉസ്താദ് അവിടെ വെളിച്ചം വെപ്പിച്ച് പല നാട്ടിലും വെളിച്ചം വെപ്പിച്ചന് ഒരാളാണ്. അവർക്കൊക്കെ അല്ലാഹു തആല ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. അല്ലാഹു തആല അവരൊക്കെ നല്ല ആളുകളായിട്ട് നമുക്ക് എന്നെന്നും നിലനിർത്തി തരട്ടെ. അവിടെ ഇരിക്കണേ സഭയിലിരിക്കണ ആളുകൾ ഒരുപാടുണ്ട്, സയ്യിദന്മാരൊക്കെ. ആ സയ്യിദന്മാരെ കൊണ്ട് തോന്നിയിരിക്കുന്നതാ ഇത് ബാഫക്കി തങ്ങളുടെ മകനാണ്. മൂപ്പര് ദീനിന് വേണ്ടി കുറേ പ്രവർത്തിച്ച ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹം വഫാത്തായി പോയി. അതിൻ്റെ മക്കൾ ഇപ്പോഴുണ്ട്. അവർക്കൊക്കെ അല്ലാഹു തആല നല്ല ദർജ കൊടുക്കട്ടെ, നല്ലവരായി നിലനിർത്തട്ടെ, ആഫിയത്തിനെ കൊടുക്കട്ടെ. എല്ലാ ക്ഷീണമോ സൂക്കടമൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിക്കൊടുക്കട്ടെ. അങ്ങനെ പെരുത്ത ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അല്ലാഹു തആല ഖൈറും ബർക്കത്തും ഏറ്റിക്കൊടുക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ സഭ അല്ലാഹു തആല പൊരുത്തപ്പെട്ട സഭ ആയിട്ട് സ്വീകരിക്കട്ടെ. ഈ സഭയിൽ ഒരുപാട് ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളുകൾ പുറത്ത് അടിയിലുണ്ടായിരിക്കും. എപ്പോഴും താജുൽ ഉലമ പറഞ്ഞാൽ ഞങ്ങൾ സ്റ്റേജ് മേലെ ഉയർന്നിരിക്കണവർ മാത്രമല്ല നല്ലവരുണ്ടാകുക, സഭയിൽ ധീരകാരം നല്ലവരുണ്ടാവും എന്നൊക്കെ നിങ്ങളെല്ലാവരും ദ്വാരിക്കും നമ്മളെല്ലാ കാര്യത്തിനും എന്ന് പ്രത്യേകമായിട്ട് താജുൽ ഉലമ പറഞ്ഞത് നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്നുണ്ട്. സഭയിൽ ആളുകൾ ഉണ്ടാവും, അവരും ദ്വാരിക്കും, ഒക്കെ ഹൈറാക്കട്ടെ അല്ലാഹു തആല. ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ആരംഭിക്കുകയാണ്. സ്വലാത്തിൻ്റെ ആമുഖമായി നമുക്ക് ദുആ ചെയ്യുന്നത് മഹാനായ വൈലത്തൂർ സയ്യിദ് യൂസുഫ് ജീലാനി തങ്ങൾ അവറുകളാണ്. സ്വലാത്തിലേക്ക് നിങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്ന നേർച്ചകൾ, സംഭാവനകൾ ഈ മഹത്തായ സ്ഥാപനത്തിൽ 18,500 വിദ്യാർത്ഥികൾ പഠിക്കുന്നു. ഇന്ന് പള്ളിയിൽ 4 നിക്കാഹ് നടന്നു. ആ നിക്കാഹിൻ്റെ കൂട്ടത്തിൽ ഒന്ന് 10, 600, 700